സത്യത്തിൻ്റെയും സഹനത്തിൻ്റെയും 1501 നബിദിനമാണ്. എന്താണ് പുതിയ യുവാക്കൾക്ക് കൊടുക്കേണ്ട സന്ദേശം എന്താണ് ഈ ഒരു നബിദിനത്തിൽ? നമ്മൾ ബാല്യകാലം മുതൽ തന്നെ ഈ നബിദിന റാലി മനസ്സിനെ ഏകദേശം ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കാര്യമാണ്. ഈ സമയത്ത് മുസ്ലിം സഹോദരന്മാർ അവർ ലോകമെമ്പാടും നബിദിനം ആഘോഷിക്കുന്നു വളരെ നിറഞ്ഞ സന്തോഷത്തോടെ. നമുക്കുള്ള ഓരോ നല്ല കാര്യങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും ഒക്കെ ഉള്ള പ്രവാചകൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ സമർപ്പണത്തിന് കിട്ടുന്ന കൂലിയായിട്ട് പലതും കാണുന്നു. ഇന്ന് ആ സന്തോഷത്തിൽ അവരെ കൊടുക്കുകയും അവരുടെ സ്നേഹം പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിനമാണ്. അവരോടൊപ്പം കുറേ സമയം ചെലവഴിക്കാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും വളരെ എല്ലാ സ്ഥലത്തും ഒരുപാട് റാലികൾ അതുപോലെ തന്നെ മറ്റ് ആഘോഷങ്ങൾ അതിനോട് സമ്മേളനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോടൊക്കെ ചേർന്ന് നിന്ന് അവരുടെയും സന്തോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇന്നത്തെ ഒരു പ്രത്യേകത ഇന്ന് ചെറിയ ഓണം കൂടിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും പരസ്പരം സ്നേഹിക്കുക, പരസ്പരം അങ്ങനെ സൗഹൃദങ്ങൾ പങ്കുവെക്കുക, അത് എന്നും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക. ആ ഒരു വലിയ സന്ദേശം നമുക്ക് പരസ്പരം കൈമാറാൻ പറ്റിയ ഒരു ദിനമായിട്ടാണ്. എല്ലാവർക്കും നല്ല ഐശ്വര്യവും സ്നേഹവും അതുപോലെ തന്നെ തുടർന്ന് അങ്ങോട്ട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആശംസയാണ് ഈ നബിദിനത്തിൽ എനിക്ക് എല്ലാവരോടും സമർപ്പിക്കാറുള്ളത്. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും 1501 ഈ ഒരു നബിദിനത്തിലൂടെ കടന്നു പോകുന്നത്. എന്താണ് പുതിയ തലമുറയോട് ഉസ്താദിന് പകർന്നു കൊടുക്കാനുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1501 ജന്മദിനാഘോഷിക്കുന്ന ഏറെ ആഹ്ലാദഭരിതമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. 1501 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമാക്കിയ മക്കയിൽ പിറവിയെടുക്കുകയും ലോകത്തിന് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സത്യസന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഏറ്റവും മാതൃകായോഗ്യമായ ജീവിതം കാഴ്ചവെച്ചവരാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധ പ്രവാചകർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1501 ജന്മദിനം ഉദ്ഘോഷിക്കുന്ന ഈ സമയത്ത് അവിടുന്ന് ഉയർത്തിപ്പിടിച്ച ഏറ്റവും ധാർമ്മികപരമായ സംഭാവനകൾ സമൂഹത്ത് എല്ലാ കാലത്തും രേഖപ്പെടുത്തി വച്ചിട്ടുള്ളതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും മനോഹരമായ ജീവിതത്തിൻ്റെ മാതൃക എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നുള്ളതാണ്. എല്ലാവിധ മതവിഭാഗങ്ങളെയും എല്ലാവിധ ജനവിഭാഗങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് അവിടുത്തെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹജീവികളോട്, അതുപോലെ തന്നെ മനുഷ്യരോട്, പാവപ്പെട്ടവരോട്, അഗതികളോട്, നിർധനരായ ജനങ്ങളോട്, നിരാശ്രയരായ ആളുകളോടൊക്കെ വളരെ സ്നേഹത്തോടെ, പ്രത്യേകിച്ച് അഗതികളായ, അനാദികളായ, വിധവകളായ ആളുകളെയൊക്കെ വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും അവർക്കൊക്കെ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളുണ്ട് എന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്ത ഒരു നേതാവാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീ വിമോചനത്തിൻ്റെ ഏറ്റവും വലിയ പുതിയ കാലത്തെ സീമകളെയൊക്കെ മറികടക്കുന്ന ഏറ്റവും അതിവിപ്ലവകരമായ നേട്ടങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ കാഴ്ചവെച്ചിരുന്നത്. ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ ജീവനോടെ കുടിച്ചു കൂടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഉമ്മയുടെ കാലടിയിലാണ് സ്വർഗമെന്ന് പ്രഖ്യാപിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹ സന്ദേശങ്ങൾ എല്ലാ കാലത്തും, ഈ കാലത്തെന്നല്ല ഇനി വരാൻ പോകുന്ന തലമുറകളിലേക്കും ഏറ്റവും ഉദാത്തമായ സംഭാവനകളാണ് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുണ്ടാക്കി വെച്ച മാതൃകായോഗ്യമായ ജീവിതത്തെ പിന്തുടരുവാൻ, അതിനെ അനുധാവനം ചെയ്യുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ലഹരി, വഴക്കുമേൽ വരുന്നൊക്കെ ഏറ്റവും കൂടുതൽ പുതിയ തലമുറയെ ആവേശത്തിലാക്കുന്ന ഒരു ദുരന്തപൂർണമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തിപ്പിടിച്ച ഉദാത്തമായ മൂല്യമുള്ള സന്ദേശങ്ങൾ യുവാക്കളെ പരിശുദ്ധമായ വിശ്വാസത്തിൻ്റെ അടിമകളാക്കുകയും അതിൽ നിന്ന് ലഹരിയുടെ ഏറ്റവും മോശമായ വിപത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കാനുള്ള ഏറ്റവും മനോഹരമായ അധ്യാപനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് പകർന്നു വെച്ചിട്ടുള്ളത്. ഏവർക്കും എൻ്റെയും ഈ സംവിധാനത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ നബിദിനാഘോഷങ്ങൾ നേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.